ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് 5 വീതം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 5 വിഭവങ്ങളാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഞാനിതിൽ കാണിക്കുന്ന 5 പലഹാരങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുത്താൽ മതിയാവും. നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ഇതിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പഴമൊക്കെ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 2 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലധികം കുറുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കടന്നിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി ഇതിലുള്ള ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി 2 ഏലക്ക പൊടിച്ചതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിൽ വെള്ളം വറ്റി ഒന്ന് കുറുകി വരും വരെ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇതിലുള്ള ശർക്കര പാനിയൊക്കെ നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. നല്ലവണ്ണം വറ്റിക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴമൊക്കെ. ഇത്രയും ഗ്രേവി ഇതിൽ വേണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലവണ്ണം ചൂടാറും വരെ വെയിറ്റ് ചെയ്യുക. ഇനി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അല്ലാതെ ചൂടാറിയ നേരെ നമുക്ക് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഐസ്ക്രീമാണ് ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലുള്ള 2 ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല. ഞാൻ ഒരെണ്ണത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമാതിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഐസ്ക്രീം ഇതും കൂട്ടിങ്ങനെ കഴിക്കാൻ എൻ്റെ അമ്മോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
ഇഷ്ടപ്പെട്ടാൽ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ കഴിക്കുന്നതെന്നുള്ളത്. ഞാനിത് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ഞാനിപ്പോഴാണിത് ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ല എണ്ണ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ ഐസ്ക്രീമും പഴം ഇങ്ങനെ ഒപ്പെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ്. അപ്പോൾ പഴം വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഐസ്ക്രീം ചേർക്കണ്ടെന്നുള്ളവർക്ക് ഐസ്ക്രീം ചേർക്കാതെയും കഴിക്കാം. അതും ഇൻഗ്രീഡിയൻസാളൊന്നും വേണ്ട, വെറും ഗോതമ്പ് പൊടി നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്തിട്ടില്ല 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്തത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറഞ്ഞ പഴുപ്പായാലും വിഷയമൊന്നുമില്ല, നല്ല പഴുത്തെടുക്കുമ്പോൾ നല്ല ഒരു മധുരം കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് 3ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിൽ ഞാനൊരു 1.5 അച്ച് ശർക്കരയും 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചട്ടിയിലേക്ക് നെയ്യോ പിന്നെ നിങ്ങളുടെ ഓയിലോ വെളിച്ചെണ്ണ അല്ലാത്ത പിന്നെ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യ് കയ്യിലുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പഴമൊക്കെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും പാട് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിക്ക് 2 ഏലക്ക പൊടിച്ചതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, ശർക്കര പാനിയും പാടെ ഇതിക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ഇനി വെള്ളം കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി പാല് കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ അത് നല്ല സോഫ്റ്റായി കിട്ടാൻ പറ്റുള്ളൂ. ഇനി സാധാ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പാല് ചേർത്ത് കൊടുത്താൽ ഒന്നും പാടെ ഒന്ന് ടേസ്റ്റ് കൂടും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വ്യത്യാസമൊന്നും തോന്നാറില്ല. അപ്പോൾ ഇനി ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മാവ് ഇത്രയും കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പഴം തേങ്ങ ചെറിയതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിലിങ്ങനെ പഴം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഒരുപാട് നല്ലതാണല്ലോ പഴം. ഇതിൽ നമുക്ക് കൂടുതൽ എണ്ണയൊന്നും ഇല്ലാത്ത ഒരു പലഹാരമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത്രയും എണ്ണ മാത്രം മതി കേട്ടോ. ഇനി ഞാൻ കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. വെറും 10 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. അതിലേറെ വേവിച്ചാൽ ഇത് പിന്നെ ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഊരാനും ശ്രദ്ധിക്കുക കേട്ടോ. വിസിൽ ഊരിയിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മുടെ
പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ അടിപൊളി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിട്ട് വരുമ്പോഴേക്കും എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഴം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ പഴം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയത് പറയുകയല്ല കേട്ടോ. അത്രയ്ക്കൊരു നമ്മുടെ തേങ്ങയും പഴമൊക്കെ ഉണ്ടാകുമ്പോൾ മതിയാവാത്ത ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഗസ്റ്റിനൊക്കെ മുന്നിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും ആവശ്യമില്ല. ഒരു മുട്ടയും ഒരു നേന്ത്രപ്പായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പായം കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഒരു നേന്ത്രപ്പായമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പായം എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലെണ്ണം എത്ര കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങളടുത്ത് പഴമൊക്കെ ഇതിലേറെ ഉണ്ടെങ്കിൽ ഇതിലേറെ ആവശ്യമുണ്ടെങ്കിൽ പഴമൊക്കെ ഒരു 2-3 എണ്ണമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേറെ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഓയിലോ നെയ്യിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഓയിലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓയിലിലോ എന്തിലാണെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കനം കുറഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ, ഒന്ന് പൊട്ടിപ്പോവാതെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പഞ്ചസാര ഇങ്ങനെ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗത്തേക്കും കുറച്ച് പഞ്ചസാര ഒന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല പഴുത്ത പഴം കനം കുറച്ച് കട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് മറിച്ചിടാനൊക്കെ കുറച്ച് പ്രയാസം കാണും. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞെടുക്കൊന്നും വേണ്ട, ഇത്രയും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും. നമുക്കിതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഞാനൊരു 4 സ്പൂണ് തേങ്ങ ചിരവിയത് ഈ നെയ്യിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും ഒരു ഏലക്ക പൊടിച്ചതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇത്രയും ഫ്രൈ ആയാൽ മതിയാവും. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാൻ അര കപ്പ് മൈദമാവ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇത്രയും കട്ടിയിൽ നല്ല ലൂസും അല്ല നല്ല കട്ടിക്കും അല്ല, അതുപോലെയാണ് വേണ്ടത്. ഈ തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതേക്ക് മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി ചേർത്താൽ മതിയാവും. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് മാവ് വെന്ത് വരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും പാടെ ചേർത്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. മാവ് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ലോണം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഈ മടക്കി വെച്ച ഭാഗത്ത് കുറച്ച് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാതെ എങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയാണ്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കഴിക്കാൻ പിന്നെ എങ്ങനെയുണ്ടെന്ന് പറയണ്ടല്ലോ, അത്രയും ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെട്ടോളും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പാടെ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരച്ച് ശർക്കര എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം പാട് ചേർത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ചൂടൊന്ന് പോയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഇങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയപ്പോൾ നല്ല വെള്ളം പോലെ തോന്നിയപ്പോൾ പിന്നെ വീണ്ടും പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പാടെ ടൈറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സാധാ നോർമൽ വെള്ളം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഇനി ഒരു കുറഞ്ഞ് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉൾവശം ഇങ്ങനെ ചെറിയൊരു യെല്ലോ കളർ കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
ഇനി അതും പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാൻ മാവ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ അവിടെ തന്നെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. അപ്പം ഞാൻ പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ തൊലി അയച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സാധാ നല്ല പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും നല്ല പഴുത്ത വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് പിന്നെ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഗ്യാസിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതുപോലെ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് 2 സൈഡും ഇതുപോലെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ എണ്ണയിലേക്ക് വെച്ചെടുക്കാം. ഇപ്പം ഞാനെടുത്ത ചട്ടി ചെറുതാവുകൊണ്ട് നമുക്ക് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കണം കേട്ടോ. ഇനി ഒരു സൈഡൊന്ന് ആയതിന് ശേഷം മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് വെറും ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല കേട്ടോ. നല്ല മൈദമാവ് വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സൈഡൊന്ന് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി പഴം പൊരിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പഴം പൊരിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റിയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂട് ചായയുടെ ഒപ്പം പഴം പൊരിച്ചത് ഭയങ്കര ഒരു ടേസ്റ്റാണല്ലേ. കണ്ടില്ല നല്ല സോഫ്റ്റാണിത്. ഇതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വേറെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഉണക്കമുന്തിരി മാത്രമുള്ളൂ ചേർത്ത് കൊടുത്തിട്ട്. ഇനി നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഈ നെയ്യിൽ നിന്ന് ഒന്ന് കോരിയെടുക്കണം. അത് ഫുള്ളായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. അതും പാടെ അതിലേക്ക് തന്നെ ആ നെയ്യിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവേതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചെരുവേതും പാടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി തേങ്ങ പിന്നെ വേണ്ടാന്ന് ഉള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. തേങ്ങയും പാടെ ഇട്ടിട്ട് ഒന്നും പാടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ
അത് ഫുള്ളായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റവ ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി വറുക്കാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം, പക്ഷേ വറുത്തുങ്ങാണ്ട് ചെയ്യുമ്പോഴാണ് ഒന്നും പാടെ ഒരു രുചി കൂടുന്നത് കേട്ടോ. ഷിസൂട്ടിയാണെങ്കിൽ ഞാനിവിടെ പറയുന്നതിനനുസരിച്ച് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉണക്ക മുന്തിരി അതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താണ്. ഇനി അതിന് മേലെ നമുക്ക് ഫില്ലിങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ റവ ചേർത്ത് കൊടുത്ത ആ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും പാടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ലൂസായി വരും കേട്ടോ. ആ സമയത്താണ് നമുക്ക് നേന്ത്രപ്പഴം വയറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും പാടെ ചേർത്ത് കൊടുക്കാം. തോന്നുന്നു ഈ പഞ്ചസാര ഉരുകി വരുമ്പോൾ നന്നായിട്ടൊന്ന് ലൂസായി വരും കേട്ടോ. ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കണ്ടില്ലേ, ചട്ടിയിൽ നിന്നൊക്കെ വേറിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നെയ്യോ എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ശരിക്കൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ ലെവൽ ചെയ്തിട്ടുണ്ട്. സ്പൂണിൻ്റെ അടിഭാഗത്ത് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് തട്ടിയിട്ടുണ്ട്. നിങ്ങളെ അടിപൊളി പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നേന്ത്രപ്പഴം കൂടി കൂട്ടിയതുകൊണ്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ നല്ല മഴത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അത്. എല്ലാം ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമൻറ്റ് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ.